കത്തി ഗർഭിണിയായ യുവതി മരിച്ച സംഭവം ഉത്തരവാദിത്തം പൂർണ്ണമായി തന്റെ മകന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അപകടത്തിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന രജിൻലാലിന്റെ പിതാവ് രാജൻ. ഞാനും എൻ്റെ കുടുംബവും വളരെ ദുഃഖത്തിൽ ആയൊരു സംഭവമാണ് ഒരു കാറ് കത്തിയ ഒരു സംഭവം. എൻ്റെ മകനുൾപ്പെടെ, എൻ്റെ മകൻ്റെ ഭാര്യ ഉൾപ്പെടെ കാറ് കത്തി മകള് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അതിൽ ഭയങ്കര പ്രയാസമുണ്ട്. എൻ്റെ മകൻ ഇപ്പോഴും അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജിൽ കഴിയാണ്. പക്ഷേ എൻ്റെ വേദനയും എൻ്റെ പ്രയാസങ്ങളും അറിയാതെയാണ് മീഡിയയിൽ പല വാക്കുകളും പല ന്യൂസുകളും കൊടുത്തിരിക്കുന്നത്. അവരെ വീട്ടിൽ നിന്നുള്ള മാത്രം ന്യൂസുകൾ എടുത്തിട്ടാണ് ഇന്നേക്ക് പേരും കൊടുത്തത്. എൻ്റെ മകൻ അവളെ കൊന്നതാണെന്നും ഞങ്ങൾ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണെന്നും എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് ഇന്നലെ വരെ ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്തോ ഒരു പെട്രോൾ വാങ്ങി വരുന്ന ഒരു വീഡിയോ കണ്ട് അങ്ങനെ ആ ഒരു വീഡിയോയിലാണ് ഈ ചിത്രം, ഈ വ്യക്തമായ തെളിവുകൾ നമുക്ക് അനുകൂലമായി ഇപ്പം ചെറിയ തോതിൽ കിട്ടിയിരിക്കുന്നത്. കാരണം അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കാരണം എൻ്റെ കുടുംബത്തിനെ മൊത്തം അവൾ ഇല്ലാതാക്കാനും ഇങ്ങനൊരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം പെട്രോൾ വാങ്ങി വീട്ടിൽ നിന്നാണ് ഇത് കത്തിച്ചതെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ എൻ്റെ പ്രായമായ അച്ഛൻ, അമ്മ, എൻ്റെ മകളെ കുഞ്ഞ്, ഒരു 3 വർഷമായ കുഞ്ഞനുണ്ട്, അവൾ ഉൾപ്പെടെ അവൾ കത്തിച്ച് ചാമ്പലാക്കിയനെ ഈ ഒരു മനസ്സ് അവൾക്ക് വീട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തോ ഭാഗ്യം എന്നിട്ട് ദൈവം രക്ഷിച്ചതെന്ന് പറയാം. കാറിൽ തന്നെ അവൾക്ക് തോന്നി. എൻ്റെ മകനെയും അവളെയും കാറും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളൊരു തോന്നൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയായിപ്പോയി. ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കും കുടുംബത്തിനൊന്നും ഇത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അവരെ കുടുംബം പറയുന്നത് സോനേൻ്റെ മാമന്മാരും അവളെ അമ്മയെല്ലാം പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണ്, എൻ്റെ മകൻ പറഞ്ഞിട്ടാണ് പെട്രോൾ വാങ്ങിയതെന്നും അവൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണെന്നൊക്കെ അവർ ന്യൂസിൽ പറയുന്നത്. പക്ഷേ അതെല്ലാം അവർ ചിന്തിക്കേണ്ട കാര്യം, ഈ പെട്രോൾ വാങ്ങി വരുന്നതും ബാഗിലിട്ട് കൊണ്ടുപോകുന്നതും അവൻ പറഞ്ഞിട്ടാണെങ്കിൽ അത് ബാക്ക് സീറ്റിൽ വെച്ചിട്ട് അവൾ സാധാരണ മുന്നിലിരുന്നിട്ട് അല്ലാതെ അവർ യാത്ര ചെയ്യാറില്ല. ഏത് സമയവും എവിടെ പോകുന്നെങ്കിലും മുന്നിൽ മാത്രമായിരിക്കും. ഞങ്ങൾ കുടുംബസമേതം പോയാലും ഞാൻ ബാക്കിലിരുന്നിട്ട് അവളെ മുന്നിലിരുത്താറാണ്. കാരണം അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ടൈമായതുകൊണ്ട് അവളെ മുന്നിലിരുത്തി അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കുടുങ്ങിയിരുന്നിട്ടുള്ള പ്രശ്നം വേണ്ടെന്നുള്ള അവളെ മുന്നിലെത്തുക. അത്ര പോലും കൂടി ഞങ്ങൾ അവളെ കെയർ ചെയ്ത് കൊണ്ടുവന്നാണ്. ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസവും ഈ വീട്ടിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അവൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അവൾക്ക് വേണ്ട ഫ്രൂട്ട്സുകൾ, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു കമാന്നൊരു അക്ഷരം ഈ വീട്ടിൽ നിന്ന് ഇയാൾ ഉണ്ടാറില്ല. അങ്ങനത്തെ വീട്ടിൽ നിന്നാണ് ഈ ഒരു ദുരന്തം അവൾ ഉണ്ടാക്കി വെച്ചത്. അതെനിക്ക് ഭയങ്കര പ്രയാസമായി. എനിക്കും എന്നല്ല, എൻ്റെ കുടുംബത്തിനല്ല, ഈ നാട്ടുകാർക്കുൾപ്പെടെ, ഇവർക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഞാളുൾപ്പെടെ ഞാളെക്കാട്ടും കൂടുതലായി ഇവർ നാട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു മോളായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവൾ എന്തിനിത് ചെയ്തു? എന്തിനാണ്? അവരായിട്ടുള്ള എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കായിരുന്നു. അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ട് അവരെ ആൾക്കാരോട് പറഞ്ഞിട്ട് അതിന് വേണ്ട അധികാരികളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ പറഞ്ഞിട്ട് അത് തീർക്കാവുന്നൊരു ചെറിയ നിസ്സാര പ്രശ്നം അവൾ ഇത്രയൊരു ദുരന്തത്തിൽ എത്തിച്ചതിന് എൻ്റെ മകനുൾപ്പെടെ, മകൻ എന്തോ നിർഭാഗ്യവശാൽ അവൻ ചെറിയ തോതിൽ രക്ഷപ്പെടും. ഇനിയിപ്പോൾ എന്തോ തിരിച്ചു കിട്ടുമെന്ന് എനിക്കും ദൈവത്തിന് ഒന്നും അറിയില്ല. ഡോക്ടർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ. അത്ര പോലും കൂടിയാണ് അവൾ ഇവിടെ ആർഭാടമായിട്ട് ജീവിക്കുക. അവളെ റൂമിൽ ചേർന്ന് കഴിഞ്ഞാൽ അവൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ, അവൾ മേടിക്കുന്ന നട്ട്സുകൾ, എന്ത് വെക്കേണ്ട എല്ലാ ഐറ്റം സാധനങ്ങളും അവൾക്ക് ഇവിടെ സുലഭമാണ്. അവൾ എന്ത് പറയുന്നത്, അവൾക്ക് എന്ത് ആവശ്യം അവൾ ഓൺലൈനിലായിട്ട് സാധനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അത്ര പോലും കൂടിയാണ്. അവൾക്ക് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം, അലക്കാനുള്ള സൗകര്യം, ഭക്ഷണം വെക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യവും വേറെ ആയിട്ടൊരു പ്രശ്നങ്ങളില്ലാത്ത വീട് കാണാൻ. ഞാനും എൻ്റെ മക്കളും പുറത്ത് പോയി കഴിഞ്ഞാൽ അവളും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുമായിട്ട് എവിടെയും കല്യാണത്തിനും കൂടലിൽ നിന്ന് വെക്കേണ്ട സകല സ്ഥലത്തും അവരൊരുമിച്ച് യാത്ര ചെയ്യാറ്. ഹോസ്പിറ്റലിൽ 6 മാസം ഗർഭിണിയായി അവൾ. 5 മാസം കൊണ്ട് അവർ EMS ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. 2 ദിവസം വീട്ടിൽ വന്നാൽ 5 ദിവസം EMSൽ, 2 ദിവസം വീട്ടിൽ വന്നാൽ ഇങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് 5 മാസത്തിനുള്ളിൽ അവർ EMS ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഒരു കുട്ടി ആ വീട്ടിൽ നിന്ന് ഇതുവരെയായിട്ടും വന്ന് നോക്കിയിട്ടില്ല. കാരണം
ഇതുവരെയായിട്ടും ആ മാമനോ ഈ പറയുന്ന അമ്മയോ പിന്നെ ആരും ഇതുവരെയായിട്ടും ഈ വീട്ടിൽ പിന്നെ ഇവൾക്ക് എന്താണ് സുഖമാണോ സുഖമില്ലയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് വരെ അവൾ ഇതുവരെ ഈ നിമിഷം വരെയായിട്ടും അന്വേഷിച്ചിട്ടില്ല. അവളെ മകൾ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പോലും അവർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്ര പോലും കൂടി പിന്നെ അവളെ ഞാൾ നന്നായിട്ട് നോക്കിയാണ്. അച്ഛൻ അമ്മ അച്ഛനില്ലാത്തൊരു മകളായതുകൊണ്ട് അവൾ അച്ഛന് തുല്യമായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടത്. ചെറുവണ്ണൂരിൽ കക്കറമുക്ക് റോഡിലുണ്ടായ കാറിലെ തീപിടുത്തവും അതോടനുബന്ധിച്ച് സോന എന്ന ഗർഭിണിയുടെ മരണവും അതിലെ പൂർണ്ണമായ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പോലീസ് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. സംഭവം നടന്ന് ഒരാഴ്ചയാകാറായിട്ടും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി ജനങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. പല രൂപത്തിലുള്ള റൂമറുകളാണ്. ആദ്യ ദിവസങ്ങളിൽ റജിൻലാലിനെ ചുറ്റിപ്പറ്റിയും അവസാനം ഇപ്പോൾ സോനയെ ചുറ്റിപ്പറ്റിയുമുള്ള റൂമറുകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വസ്തുത ജനങ്ങളെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. നാട്ടുകാരെന്ന നിലയ്ക്ക് കക്കറമുക്ക് പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ഈ കാര്യത്തിലുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു കാര്യം പോലീസ് മാധ്യമങ്ങളോടെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. അല്ലാതെ ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. കേരളത്തിൽ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഈ ദാരുണമായ സംഭവത്തെ സംബന്ധിച്ച് പോലീസിൻ്റെ മൗനം ഞങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ തീരാ നഷ്ടത്തെക്കുറിച്ചും അതിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ പോലീസ് കൃത്യമായി തന്നെ ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.